ഹലോ ഗൈസ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് കണ്ണൂർക്കാരുടെ തരിപ്പോള എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 4 എഗ്ഗാണ് വേണ്ടത്, പിന്നെ ഒരു ബൗളും, പിന്നെ വേണ്ടത് എഗ് ബീറ്ററുമാണ്. എഗ് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലാക്കി എടുക്കാം, പക്ഷെ ഞാൻ എഗ് ബീറ്ററിലാണ് ആക്കിയെടുക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും എളുപ്പം തോന്നിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 4 എഗ്ഗ് എടുക്കുന്നുണ്ട്. അത് നല്ലോണം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എഗ് പോള, തരിപ്പോള എന്നൊക്കെയാണ് നമ്മൾ പറയാം. ഇനി നമുക്ക് മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ചൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ അളവിലാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. 4 എഗ്ഗിനുള്ള അളവാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഇനി വാനില എസൻസും ചേർത്തെടുത്തതിന് ശേഷം നമുക്ക് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഇല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന അളവെല്ലാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടാകുമ്പോൾ നല്ല പോളയായി കിട്ടുന്നതാണ്. പിന്നെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ കളറായാലും ചേർത്ത് കൊടുക്കാം. പക്ഷെ കളറിനേക്കാളും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണെന്ന് വിചാരിച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കളറാണെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി, മഞ്ഞളിൻ്റെ അത്രയും അളവ് ഇടണ്ട. ഇതൊരു 1 മണിക്കൂറെങ്കിലും എടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഫ്ലഫി ആയിട്ടുള്ളതും തരിപ്പോള കിട്ടുകയുള്ളൂ. ക്ഷമയോടുകൂടി നല്ല സമയം എടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള പോളയാക്കി കിട്ടുന്നതാണ്. അപ്പം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവാത്തവർക്കോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ അളവൊക്കെ മനസ്സിലാവാത്തവർക്കെല്ലാം ഞാൻ പറയുന്നത് മനസ്സിലാവാത്തവർക്കെല്ലാം സ്ക്രീനിൽ നോക്കിയിട്ടാകുമ്പോൾ നല്ലോണം മനസ്സിലാവും. അപ്പോൾ 1 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാവും ഇത് ഇങ്ങനെ ആക്കിയെടുക്കാൻ. നല്ലോണം ആക്കിയെടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിലയിടത്ത് ശരിയാവും, ചിലയിടത്ത് ശരിയാവില്ലെന്നറിയില്ല. അപ്പോൾ നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കിയാൽ മതി. ഇനി റവ, അതായത് തരി, നമ്മുടെ നാട്ടിൽ തരി എന്ന് പറയും, പിന്നെ കണ്ണൂർക്കാരുടെ തരിപ്പോള എന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും റവ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ തരിയും പറയും, റവയെന്നും പറയും. അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എഗ് ബീറ്റർ കൊണ്ട് അടിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. മൈദപ്പൊടി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഇങ്ങനെ നല്ല രീതിയിലാവില്ല. അപ്പോൾ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. സ്പാച്ചില കൊണ്ടോ അല്ല സ്പൂൺ കൊണ്ടെങ്ങാനും ബീറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് ചെയ്താൽ നല്ല വൃത്തിയിലായി കിട്ടും. അങ്ങനെ നല്ലോണം പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി കുക്കർ എടുക്കുക. കറണ്ട് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ എടുത്തിട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ബട്ടറോ നെയ്യോ ഇട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ചൂടായി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ബാറ്ററി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഗ്യാസിലാണെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. ഇൻഡക്ഷൻ കുക്കറിലായതുകൊണ്ട് നമുക്ക് 800-ലോ 600-ലോ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഞാൻ 1000-ൽ വെച്ചിട്ടാണ് ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ഉള്ളത്. ഇനി നമുക്ക് ബാറ്ററി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അത് കുറച്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കൂട്ടി വെച്ചിട്ട് തന്നെ ഒഴിച്ച് കൊടുത്താൽ കുറച്ച് ആ സമയത്ത് തന്നെ കുറച്ചാൽ മതി. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കുക. വിസിലിടാൻ പാടില്ല. ഇനി അരമണിക്കൂർ 300-ൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അരമണിക്കൂർ നമ്മൾ ഒരു 20 മിനിറ്റെങ്കിലും ഇത് വെക്കേണ്ടതാണ്. നമ്മളിപ്പോൾ അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി പോള തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തണോ എന്ന് നോക്കണ്ടേ, നമുക്ക് തയ്യാറായിനോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഈർക്കിൽ കുത്തി കൊടുക്കുക. അപ്പോൾ ഈർക്കിൽ പറ്റിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നല്ല പോളയാണ്. അഥവാ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും ആയിട്ടില്ല, നല്ല ഈർക്കിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള തരിപ്പോള തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.